നമസ്കാരം. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അത് പൂർണ്ണതയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ദിനമാണിന്ന്. ഇതിനകം തന്നെ പല രീതിയിൽ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുണ്ട് നാമെല്ലാം. സ്കൂളുകളിൽ, കോളേജുകളിൽ, ഓഫീസുകളിൽ, പള്ളിയിൽ, അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ, കുടുംബശ്രീ, എല്ലാം ഭാഗമായിട്ട് വ്യത്യസ്തമായ ആളുകളോടൊപ്പം ക്രിസ്മസിൻ്റെതായ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണതയാണെന്ന്. ക്രിസ്മസ് വർഷാവസാനത്തിൽ വന്നെത്തുന്ന ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തോടു കൂടി ഏതാണ്ട് ആ വർഷം തന്നെ പൂർണ്ണമാകുകയാണ്. പിന്നെ 6 ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ പുതുവർഷമായി. പിന്നെ പുതുവർഷ ആഘോഷത്തോടു കൂടി ആ വർഷത്തെ ആഘോഷങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ പുതിയ കാലത്ത് ഇങ്ങനെ ആഘോഷങ്ങൾ ഒരു തുടർ പ്രക്രിയയായി നടക്കുന്ന ഇക്കാലത്ത് ഒരല്പസമയം നമുക്ക് നമ്മുടെ ചിന്തകളിലേക്ക് ഒന്ന് എത്തിക്കാം. എന്തെല്ലാം ആഘോഷങ്ങൾ നമ്മൾ ഈ വർഷം നടത്തി, ആ ആഘോഷങ്ങളിലൂടെ നമുക്ക് എന്തെല്ലാം നേടാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ പങ്കാളികളായ ഈ ആഘോഷങ്ങളിലൂടെ നമുക്ക് യഥാർത്ഥ സന്തോഷം ലഭിച്ചോ, അല്ലെങ്കിൽ ആ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആ ഓരോ പുണ്യദിനങ്ങളും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റി. ആഘോഷങ്ങളുടെ ബാഹ്യമായ കെട്ടുകാഴ്ചകൾക്കപ്പുറം, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ കാലത്ത് വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്? ഇപ്പം മിക്കവാറും ഏതൊരു ആഘോഷമാണെങ്കിൽ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ, ആശയങ്ങൾ ഒക്കെ കിട്ടാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാട്സപ്പിലൂടെ, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ, അല്ലെങ്കിൽ പള്ളികളിൽ നിന്ന്, ആരാധന സ്ഥലങ്ങളിൽ നിന്നെല്ലാം നേരിട്ട്. എന്നാൽ അവയെല്ലാം യഥാർത്ഥ മനുഷ്യ ജീവിതവുമായി ബന്ധമുണ്ടാകുന്നുണ്ടോ? അല്ല ഇപ്പുറത്തെ കൂടി വന്നിപ്പുറത്ത് പോവുകയാണോ? എന്താണ് മനുഷ്യന്റെ മനസ്സുകളിൽ പരിവർത്തനം ഇല്ലാതാകുന്നതിൻ്റെ കാരണം? ഇപ്പൊ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തയിലേക്ക് ഏറ്റവും നല്ലൊരാശയം കൊണ്ടുവന്നേക്കുന്നത് ചാൾസ് ഡിക്കൻസാണ്. പ്രശസ്ത എഴുത്തുകാരനായ ഡിക്കൻസിൻ്റെ, ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഡിക്കൻസിൻ്റെ 100-120 വർഷം മുമ്പ് എഴുതിയ ക്രിസ്മസ് കരോൾ എന്നൊരു കൃതിയുണ്ട്. അത് വളരെ നല്ലൊരു കൃതിയാണ്. അതിലൂടെ എല്ലാവരും, പ്രത്യേകിച്ച് കുരുന്ന് മനസ്സുകളിൽ നന്മയുടെ സന്ദേശം, നന്മയുടെ പ്രകാശ നാളങ്ങൾ കത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. അതിലെ നായകൻ എബനേസർ സ്ക്രൂജ് എന്ന് പറയുന്ന നായകൻ വളരെ പിശുക്കനാണ്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളാണ്. മക്കള് ഉണ്ടാവും എന്നോർത്ത് അതിൻ്റെ ചിലവോർത്തിട്ട് കല്യാണം പോലും കഴിക്കാത്ത ആളാണ്. തൻ്റെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള മാർലി മരിച്ചിട്ട് ആ സ്ഥാപനത്തിൻ്റെ ബോർഡ്, സ്ക്രൂജൻ മാർലി എന്നുള്ള ബോർഡ് പോലും മാറ്റാത്ത ആളാണ്. കാരണം അത് മാറ്റിയതാണെങ്കിൽ പൈസ ആവുമല്ലോ. അപ്പം അങ്ങനത്തെ സ്ക്രൂജിലൂടെ ചാൾസ് ഡിക്കൻസ് അവതരിപ്പിക്കുന്നതാണ് ഒരു വലിയ ആശയം. ഈ ഒരു 3 ആത്മാക്കൾ തന്നെയാണ് ക്രിസ്മസിൻ്റെ തലേ രാത്രി ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ. അതാണ് ആ കൃതിയുടെ ആശയം. അതിലൊരു ആത്മാവ് ഇദ്ദേഹത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, ഈ സ്ക്രൂജിനെ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരോ മരിച്ചിട്ട് ആ മരിച്ച ആളുടെ കർമ്മങ്ങളൊക്കെ അവിടെ നടക്കുന്നതാണ്. ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ആരാ മരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ പിന്നീടാണ് ഈ സ്ക്രൂജിന് മനസ്സിലാവുന്നത് ഇയാൾ ചെന്നെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മരണം നടന്ന സ്ഥലത്താണ്. ആത്മാവാണല്ലോ, സ്വപ്നമാണ്. ഇയാൾ എത്തണതും അവിടെ ആൾക്കാർ ഈ മരിച്ച ആളെ കുറിച്ച് സംസാരിക്കുന്നു. അയാൾ എന്തായിരുന്നു പിശുക്കൻ, അതുകൊണ്ട് ആരും അയാളുടെ സംസ്കാരത്തിന് പോലും പോണില്ല. അയാൾ അത്രയും നാൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വത്തുക്കൾ കള്ളന്മാരെടുത്തുകൊണ്ട് പോകണം. അപ്പോഴാണ് അയാൾ ജീവിതത്തിൻ്റെ
യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. പലപ്പോഴും നമ്മൾ ഒരു സാങ്കല്പികമാണെങ്കിലും മരണശേഷം പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും വന്നെത്തുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ആളുകൾ നമ്മളെ എങ്ങനെയാണ് കരുതിയിരുന്നെങ്കിൽ. ഒരുപക്ഷെ ആ മരിച്ച ദിവസത്തിലൊക്കെ ആൾക്കാർ വന്നിട്ട്, പണ്ടൊരു കഥയെ പറഞ്ഞ പോലെ ഒരു ആള് മരിച്ചു കിടക്കുമ്പോൾ ആൾക്കാർ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണാണ് മരിച്ച ആളെ കുറിച്ച്. അപ്പൊ പെട്ടിയുടെ അടുത്തിരിക്കണ അമ്മ മരിച്ച ആളുടെ ഭാര്യ ഇപ്പുറത്തിരിക്കണ മകളോട് ചോദിക്കണേണ്, മോളെ ആ പെട്ടിയിൽ കിടക്കണത് നമ്മുടെ അപ്പം തന്നെയാണ്. കാരണം ഇവർക്കാണല്ലോ ഏറ്റവും നല്ലോണം അറിയുന്നത് ഈ ആളെ കുറിച്ച്, ഭാര്യക്ക്. അപ്പൊ അവർക്ക് സംശയം, ആൾക്കാർ വന്ന് ഓരോന്ന് പറയുമ്പോ, മരിച്ച സമയത്ത് അങ്ങനെയുള്ള ആൾക്കാർ ഓരോന്നൊക്കെ പറയും. പക്ഷെ ആ മരിച്ച ആള് പിന്നീട് വന്നു കഴിയുമ്പോ അവർക്കറിയാൻ പറ്റും നമ്മളാണ് ആരാണെങ്കിലും എന്തായിരുന്നു നമ്മളെന്നുള്ളത്. പക്ഷെ ഇവിടെ ചാൾസ് ഡിക്കൻസ് അവതരിപ്പിക്കുന്ന അത് ആ സന്ദർഭം ഇയാളെ മാറ്റി ഇയാളൊരു മനുഷ്യനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ക്രിസ്മസ് നമ്മുടെ മനസ്സിലേക്കും വന്നെത്തേണ്ടെന്നൊരു കാര്യം അതാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് സന്മനസ്? അല്ലെങ്കിൽ നമ്മളെന്താണ് സന്മനസ് ഇല്ലാത്തവരായി പോകുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പത്രവാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അവനെ കാണാൻ എല്ലാവരും സമ്മാനങ്ങളുമായി വന്നു, പക്ഷേ അതൊന്നും കണ്ട് ചിരിക്കാത്ത ഉണരാത്ത ഉറക്കത്തിലായിരുന്നു 40 ദിവസം മാത്രം നീണ്ട ജീവിതയാത്ര അവസാനിപ്പിച്ച കുരുന്നു. എന്താണ് കാര്യം? 3 മാസം മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി തൻ്റെ സ്വന്തം കുഞ്ഞിനെ മുട്ടിന്റെ കാലിൽ അടിച്ചു കൊന്ന അമ്മമാരുള്ള കേരളം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സംശയം, ഈ കൊച്ച് മരിച്ചു വന്ന്. അപ്പൊ സംശയം തീർക്കാൻ കടിച്ചു നോക്കണേ ഈ സ്വന്തം കുഞ്ഞിനെ. നമ്മളൊക്കെ കടലോളം സ്നേഹം നൽകുന്ന അമ്മ ഇതൊക്കെ മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ ഈ കേരളത്തിലാണ് ഇത്തരം മനസ്സുകൾ. നമുക്ക് വേണമെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കൂടത്താഴ ഇല്ല ജോളിനെ പോലെയൊക്കെ. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത്? ചാൾസ് ഡിക്കൻസ് ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിന് മൊത്തത്തിൽ വന്നിട്ടുള്ള ധാർമ്മിക മൂല്യച്യുതിയുടെ ഭാഗമാണോ ഇത്? അല്ലെങ്കിൽ ആ ധാർമ്മിക മൂല്യച്യുതി വ്യക്തിയിലുണ്ടാക്കുന്നതിന്റെ ഭാഗമാണോ ഇത്? പലപ്പോഴും നമ്മളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. മുമ്പുള്ള സന്ദേശങ്ങളിലൊക്കെ പറഞ്ഞു, വ്യക്തിയിലുണ്ടാവുന്ന മാറ്റം അത് തീർച്ചയായും സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. അല്ലാതെ സമൂഹം നന്നായിട്ട് ഞാൻ നന്നാകാം, ആദ്യം ഇതൊക്കെ ഒന്ന് നന്നാകട്ടെ, ആ ചിന്ത മാറ്റണം. വളരെ ലളിതമായ കാര്യങ്ങൾ മതി നമുക്ക്. ഒന്ന് ഭ്രമങ്ങളിൽ നമ്മൾ ഇതാകാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലവിധ ഭ്രമങ്ങളിലകപ്പെട്ടാണ് ഇപ്പൊ ആളുകൾ ധാർമ്മിക മൂല്യച്യുതി സംഭവിക്കുന്നത്. നമുക്ക് ലളിതമായ കാര്യങ്ങളിലൂടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ക്രിസ്മസ് ഒക്കെ നൽകുന്ന സന്ദേശം അതാണല്ല, ഒരു പങ്കുവെക്കലിന്റെ സന്ദേശം. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, അതിൽ നമ്മളെക്കാൾ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒരുപാട് ക്രിസ്മസ് സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ക്രിസ്മസുകൾ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റാതെ വരുന്നു? അല്ലേ? വീണ്ടും വീണ്ടും അധികാര മോഹങ്ങളും അധികാരം തലക്ക് പിടിച്ചിട്ടുള്ള വാശികളുമൊക്കെയായി മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകും. നമ്മളിതെല്ലാം ഒരു ദിവസം അവസാനിക്കും, ഒരു ദിവസം ഉണ്ടാകും. അന്ന് നേടിപ്പിടിച്ചതെല്ലാം അലക്സാണ്ടറിന്റെ കഥയെ പറഞ്ഞ പോലെ കൈരണ്ടും അലക്സാണ്ടർ ചക്രവർത്തി പുറത്തിട്ടിട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോണില്ല എന്നുള്ള ആ ഒരു ഇതിലേക്ക് മനുഷ്യനെത്തും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? തിന്മയും സ്നേഹരാഹിത്യവും വൈരാഗ്യവും ഒക്കെ നിറഞ്ഞു വരുന്ന ഈ കാലത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയുടെ വെളിച്ചങ്ങളാകാൻ നമുക്ക്
ഒന്ന് ശ്രമങ്ങൾ നടത്തിക്കൂടെ? ഓരോ ദിനങ്ങളും നമ്മൾ ആഘോഷിക്കുന്നു, പക്ഷെ മാറ്റം നമ്മളിൽ ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇത്തരത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. നമുക്കറിയാം, ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നാൽ അല്ലെങ്കിൽ വാഹന അപകടങ്ങളൊക്കെ വന്നാൽ ആ പ്രദേശത്തുള്ളവർ മുഴുവൻ സഹകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഫേസ്ബുക്കിൽ പടം വരുത്താനും അത് ഒരു മറ്റേ ഇതാക്കാനും വേണ്ടിയുള്ള പരിപാടികളല്ല, നല്ല രീതിയിൽ സഹായങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതൊരു ഒരുമയുടെ സംസ്കാരമാണ്. അത്തരം സംസ്കാരങ്ങൾ വളർന്നു വരുമ്പോൾ അത് പങ്കുവെക്കലിന്റെ ക്രിസ്മസ് മുന്നോട്ട് വെക്കുന്ന ആശയം ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമാക്കാൻ സാധിക്കും. ആശയം ഫലപ്രദമാക്കുന്നത് തിരുമൊഴി പോലെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ആകണം. അപ്പൊ തീർച്ചയായും നമ്മൾ ആ ഒരു ആശയം മാനവീയതയുടെ, മനുഷ്യസ്നേഹത്തിന്റെ, പ്രത്യാശയുടെ എല്ലാം ആശയങ്ങൾ മനസ്സിൽ കുറച്ച് സമയമെങ്കിലും, നമ്മൾ കോഴി തിന്നണ്, താറാവ് തിന്നണ്, പോർക്ക് തിന്നണ്, ഐസ്ക്രീം തിന്നണ്, പള്ളിയിൽ പോകുന്നു, ലൈറ്റ് ഇടുന്നു, ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നു, ചുവപ്പ് വസ്ത്രം ധരിക്കുന്നു, ചുവപ്പ് തൊപ്പി വെക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സമയമെങ്കിലും ഇത്തരം ദിനങ്ങൾ മുന്നോട്ട് വെക്കുന്ന മഹത്വത്തിന്റെ, വിശുദ്ധിയുടെ, നന്മയുടെ എല്ലാം ആശയങ്ങളും കൂടി കുറച്ച് സമയമെങ്കിലും നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനും ക്രിസ്മസിൻ്റെതായ യഥാർത്ഥ പങ്കുവെക്കലിൻ്റെ മഹത്വം ഉൾക്കൊള്ളുവാനും സാധിക്കണമെന്നും സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.